വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. തെമ്മാടികളെയല്ലാതെ ഖുർആൻ പഴപ്പിക്കൂല. അതേടക്കത് പറഞ്ഞതുകൊണ്ട് അത് മാത്രം ഞാൻ പൂർത്തീകരിച്ചെന്ന വിഷയത്തിലേക്ക് കിടക്കട്ടെ. ആരാണ് ഫാസിഖ്? അതേ ബഹുമാനപ്പെട്ട ഇമാം ബൈദാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഫാസിഖ് മൂന്നിനമാണ്. ഒന്ന് തഗാബിയാണ്. ആരാണ് തഗാബി? അതേ ഒരു തെറ്റിനെ തെറ്റാണെന്നറിഞ്ഞിരിക്കെ ആ തെറ്റ് ഇടയ്ക്കിടെ ചെയ്യുന്നവനൊരു ഫാസിഖാണ്. ഇടയ്ക്കിടെ ഒരു തെറ്റ് തെറ്റാണെന്നറിഞ്ഞിരിക്കെ ചെയ്യുന്നവൻ അവനും ഒരു ഫാസിഖ് തന്നെ. രണ്ടാമത്തത് ഇൻഹിമാക്കാണ്. ഒരു തെറ്റ് തെറ്റാണെന്നറിയാം, പക്ഷേ തെറ്റിനെ ഗൗരവത്തിലെടുക്കുന്നില്ല, തെറ്റിനെ ഗൗനിക്കുന്നില്ല. ആ തെറ്റിനെ ഗൗനിക്കാതെ പതിവായി ചെയ്യുന്നവൻ അവനും ഒരു തമ്മാടി തന്നെ. മൂന്നാമത്തത് ബഹുമാനപ്പെട്ട ഇമാം ബൈദാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തത് ജുഹൂദാണ്. അവന്റെ സ്വഭാവം അവൻ തെറ്റിനെ തെറ്റ് അംഗീകരിക്കൂല. അവനോട് മോനെ അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കൽ ഹറാമാണെന്ന് പറഞ്ഞാൽ അവൻ അംഗീകരിക്കൂല. മോനെ ഗേൾസ് ഫ്രണ്ടും ബോയ്സ് ഫ്രണ്ടും പറ്റൂല എന്ന് പറഞ്ഞാൽ അവനിക്കത് അംഗീകരിക്കാൻ കഴിയൂല. ഇക്കാലത്ത് അതൊക്കെ പറ്റുമോ മുസ്ലിയാരെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല. അവനാ ശറഇന്റെ നിയമത്തെ അംഗീകരിക്കുന്നില്ല. അവനും ഒരു ഫാസിഖാണ്. പക്ഷേ അവൻ വെറും ഫാസിഖ് മാത്രമല്ല, അവനെക്കുറിച്ച് മുഅ്മിനെന്ന് പറയാൻ തന്നെ പറ്റുകയില്ലെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൈദാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. അത് ഫാസിഖീങ്ങളുടെ ഒരു പാർട്ടാണ്. അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വലഹും അദാബുൻ ശദീദ് വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ അംഗീകരിക്കാതെ ദീനിന്റെ നിയമങ്ങളോട് മോട്ട് കാണിക്കുന്നവൻ, ദീനിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്നവൻ, ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കാത്തവൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അംഗീകരിക്കാത്തവൻ, അവർക്ക് അല്ലാഹു തആല വല്ലാത്ത ശിക്ഷ തന്നെ തയ്യാറ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കൂട്ടം ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണ്? നല്ല നിഷ്കളങ്കമായ മനസ്സുള്ളവരാണ് അവർ. അവർക്ക് ആരോടും വെറുപ്പില്ല, ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും അസൂയയില്ല, ആരോടും വിദ്വേഷം തീർക്കണമെന്ന ചിന്തയില്ല, ആരോടും പകരം ചെയ്യണമെന്ന ചിന്തയില്ല. അവനിക്ക് മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനാണെന്ന ചിന്തയില്ല. താഴ്മയോടെ ജീവിക്കുന്ന സാലിഹീങ്ങൾ അവർ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നവരാണ്. നിങ്ങൾ കണ്ടില്ലേ, ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ബദരീങ്ങൾ. ആ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരാണ് ബദർ യുദ്ധം ചെയ്ത മഹാന്മാർ.